ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അത് അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം പ്രൈവറ്റ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, അതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ജെമിനായിക്ക് ഓവറോൾ എനർജി സൺ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 of Wands. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ എനർജി, കറണ്ട് സിറ്റുവേഷൻ, നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 of Pentacles. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ഏസ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 6 of Pentacles. നിങ്ങളുടെ ആക്ഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണ എംപറർ. നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ ഹാങ്ഡ് വൺ. ഔട്ട്കം ഇവിടെ ഈ കാർഡ്. അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ കാണുന്നത് സൺ ആണ്, ലിയോ എനർജി. ഇത് ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ കുറേ നല്ല സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നല്ല ഒരു എനർജിയാണ്, പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ് ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ കുറേ ഹാപ്പിയാണ് ഇവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താണ് ഈ സൺ എനർജി ഇവിടെ? സൺ ക്ലാരിറ്റിയുടെ എനർജിയും കൂടിയാണ്. 8 of Wands. ഇപ്പോൾ ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ, കുറേ ഫ്ലേർട്ടിങ് എനർജി. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ മീറ്റ് ചെയ്ത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും. ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ തന്നെ ആയിരിക്കാം, എന്നുവെച്ചാൽ കുറേ സ്ട്രോങ് ഫയർ എനർജി ഉണ്ട് ഇവിടെ. പക്ഷേ നിങ്ങൾ രണ്ടാളുടെയും എനർജീസ് വേറെയാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി ഒരു ബാലൻസ്ഡ് ഗ്രൗണ്ടഡ് എനർജിയാണ്, ഒരു ലോങ് ടേം മാതിരി ഒരു എനർജിയാണ്. ഈ പേഴ്സൻ്റെ എനർജി കുറച്ചും കൂടിയും ഒരു പാഷനേറ്റ് എനർജിയാണ്. നിങ്ങളുടെയും അവരുടെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യണ ഒരു രീതിയുണ്ട്. അവരുടെ വേറൊരു പെർസ്പെക്റ്റീവാണ്. അവരുടെയും നിങ്ങളുടെ ഇടയ്ക്ക് കുറേ ഒരു ഡിഫറൻസ് ഉണ്ട്. കമ്പാറ്റബിലിറ്റി ഇല്ല എന്നല്ല, പക്ഷേ നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യണതും അവരുടെ റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യണ രീതി കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 of Wands ആണ്. ഇവിടെ ഈ പേഴ്സൺ കുറേ പോപ്പുലറാണ്. അവരുടെ ലൈഫിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കുറേ സോഷ്യൽ പേഴ്സൺ ആയിരിക്കാം. അവരുടെ ജോലി കരിയറിലും അവർ കുറേ ഒരു നല്ല അച്ചീവറാണ്. ഓക്കെ, അപ്പോൾ 6 of Wands, Queen of Swords, King of Swords. അപ്പോൾ കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സ് ഒരു കമ്പാറ്റബിൾ പെയറാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി കമ്പാറ്റബിലിറ്റി ഇല്ല എന്നല്ല, പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഡീൽ ചെയ്യണത് അത് വേറെ മാതിരിയാണ്. ഓക്കെ, കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവൈൻ പെയറാണ്. ഇത് പക്ഷേ മെൻ്റൽ കമ്പാറ്റബിലിറ്റി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കൂടുതലാണ്. അതല്ല വെച്ചാൽ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്, അതും ആവാം. എന്നുവെച്ചാൽ ക്വീൻ ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സ് ഒരു മാരിഡ് കപ്പിളും ആവാം.
പക്ഷേ ഈ സമയത്ത് ഈ പേഴ്സൺ ഡിവോഴ്സ് എടുത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം, അതല്ല ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, അതല്ല ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, എന്നുവെച്ചാൽ ഈ പേഴ്സണിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറേ റൊമാൻറ്റിക് ആണ്. ഇവിടെ റൊമാൻസ് ഉണ്ട്, ഫ്ലേർട്ടിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് അല്ല ഇതുവരെ. നൈറ്റ് ഓഫ് കപ്സ്, 9 ഓഫ് സോഡ്സ്. അതുകൊണ്ട് ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്. മേ ബി ഈ സ്ട്രെസ്സ് നിങ്ങളുടെ മനസ്സിലായിരിക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമോ, ഫ്യൂച്ചറിൽ ഉണ്ടോ ഇവിടെ, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. കുറേയൊക്കെ കാര്യങ്ങൾ സീക്രട്ടാണ് ഇവിടെ. നിങ്ങൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ജെന്വിൻലി അറിയുണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ പേഴ്സൺ അത് ഷെയർ ചെയ്തിട്ടില്ല, മനഃപൂർവ്വം അല്ല അത്. ബട്ട് ആ സിറ്റുവേഷൻ അതുവരെ ആയിട്ടില്ല. പറഞ്ഞാൽ അവരുടെ ഡിവോഴ്സും അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട് വെച്ചാൽ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പം നിങ്ങൾക്കും അറിയില്ല നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവുമെന്ന്. അങ്ങനത്തെ ഒരു അൺനോൺ സിറ്റുവേഷനാണ് ഇവിടെ. അങ്ങനെയും ആവാം. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണു ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ സൈഡിൽ കുറേ എഫേർട്ട് ഉണ്ട് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ ഒരു പെർമനൻ്റായി റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ കുറേ എഫേർട്ട് ഉണ്ട് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ. നിങ്ങൾ കുറേ ആക്റ്റീവാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ കരിയറിലും കുറേ ഫോക്കസ്ഡ് ആണ് ഇവിടെ. നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ രണ്ടാളുടെയും ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ ഹോപ്പ് ഉള്ളത്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ് ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്. പേജ് ഓഫ് സ്വോർഡ്സ്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇവരുടെ ലൈഫിൽ എന്തോ ബ്ലോക്സ് ഉണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ അവർ അത്ര കമ്മിറ്റ് ചെയ്യണില്ല, അവർ കാര്യങ്ങൾ തുറന്ന് പറയണില്ല. കുറച്ച് സീക്രറ്റ്സ് ഉണ്ട് ഇവരുടെ. അത് മാത്രമല്ല അവർ ക്യൂരിയസ് ആണ് നിങ്ങളെക്കുറിച്ച്. അവർ ഇതുവരെ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണത് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം. പക്ഷേ ചില സമയത്ത് അവർ കുറച്ചൊരു റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട്. അവരുടെ ഉള്ളിൽ മനസ്സിലൊരു പേടി ഉണ്ടാവും. എന്നുവെച്ചാൽ അവരുടെ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സും ഉണ്ടാവും അവരുടെ ലൈഫിൽ. എന്തായാലും നിങ്ങളുടെ ഇൻറ്റൻഷൻ ഏസ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ക്ലിയർ ആക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം, ഒരു പുതിയ റിലേഷൻഷിപ്പ് വേണം. ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായി സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഏസ് സോഡ്സ് എന്താണ്? 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഒരു ഫാമിലി ലൈഫാണ്. ആൻഡ് നിങ്ങൾക്ക് ആ കാര്യം ക്ലിയറായി ഇവരോട് പറയണം എന്നുണ്ട്. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടായാലേ ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഈ പേഴ്സൻ്റെ സൈഡിന് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് ഇൻറ്റൻഷൻ ഇപ്പോഴും ഒരു ഇംബാലൻസ് ആണ്. അവർ ഷുവർ അല്ല എവിടെയാണ് അവർക്ക് എഫേർട്ട് ഇടേണ്ടതെന്ന്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഷുവർ അല്ല. അപ്പോൾ അവർ പ്ലാനാണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ അവർക്ക് അറിയില്ല എന്താ ഉണ്ടാവുകയെന്ന്. അവരുടെ മാരേജ് ഉണ്ട് വെച്ചാൽ അത് ഒരു സെപ്പറേഷനിലാണ് വെച്ചാൽ ആ കാര്യം അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ ആ മാരേജ് സർവൈവ് ചെയ്യോ ഇല്ലയെന്നും അവർക്കറിയില്ല. ഉള്ളിൽ അവരുടെ മനസ്സിലൊരു പേടിയുണ്ട്. എന്നുവെച്ചാൽ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുകയെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഒന്നും അവർക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ്. എംപ്രർ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് എടുക്കാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. എംപ്രർ ഒരു മെൻറ്റോറുടെ എനർജി ആയിരിക്കാം, ഫ്രണ്ടിൻ്റെ എനർജി ആയിരിക്കാം, ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം. ഈ പേഴ്സൺ അവരോട് ചിലപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണിനെ ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടാവും. ഇവിടെ ലവ് ഉണ്ട് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക്, പക്ഷേ ഇവിടെ ഒരു ലോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഈ സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല മുമ്പോട്ട് പോണേ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഹാങ്ഡ് വൺ ആണ്. അപ്പോൾ അവർക്കും ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയിലാണ്. അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും ഇല്ല. എന്നുവെച്ചാൽ അവർക്ക് ഇതുവരെ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് ഉണ്ടാവാൻ അവർക്ക് അറിയില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു സെപ്പറേഷനുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ലൈഫിൽ ഏതോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പാണോ അതല്ല വെച്ചാൽ പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണോ ഇത്, അത് പറയാൻ കുറച്ച് ഇവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവരുടെയും മെസ്സേജ് വേറെ മാതിരി ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരു കാർഡും കൂടി കൊടുക്കാം, 4 of Cups. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു സീരിയസ് ആയി കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ പേഴ്സൺ അത് തരാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് അവർ കുറേ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വേണ്ട മാതിരി കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളും പിരിയണു. നിങ്ങൾ രണ്ടാളുടെയും ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഔട്ട്കം ആണ് Ace of Cups. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് ലവിൽ. ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം Ace of Cups എന്താണ്? 10 of Swords. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു പുതിയ റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കാരണം ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇത് വേറെ ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവണില്ല. പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏപ്രിൽ മാസത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. മേ ബി നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കണ്ടിന്യൂ ചെയ്യും കുറച്ച് സമയം വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നോക്കേണ്ടി വരും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടെച്ചാൽ. അപ്പോൾ മേ ബി ഈ എനർജീസൊക്കെ ചേഞ്ച് ആവാൻ വഴിയുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ മാസം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ രണ്ടാളും ആക്ച്വലി ഈ റിലേഷൻഷിപ്പിന് വാക്ക് അവേ ആണ് ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഫ്യൂച്ചർ ഇല്ലാന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ലവ് ഉണ്ടായിട്ട് കാര്യമില്ല. പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ വേറെ ഏതോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ വേണം വെച്ചാൽ ഈ മാസം നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ സെപ്പറേറ്റ് ആവും. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഐ ലവ് യു എന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കാം ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ ഫീലിങ്സ് ആയിരിക്കാം. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. അപ്പോൾ ഈ പേഴ്സൺ പറയണത് എന്താ വെച്ചാൽ അവർ ഇതുവരെ ഇത്രയും ക്ലോസ് ആവണത് വേറെ ആരും ഇത്രയും ക്ലോസ് ആയിട്ടില്ല. പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവർ ശരിക്കും ഒരു സ്പെഷ്യൽ ബോണ്ടായിരുന്നു. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ നിങ്ങൾ രണ്ടാളും കുറേ മിസ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷനെ, ഈ പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനായി. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ഫയർ സൈൻ ഉണ്ട്, എക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അപ്പോൾ ഇതൊക്കെയാണ്. പൈസീസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.